ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടി അപമാനിച്ചാലും കേരളവും അതോടൊപ്പം തന്നെ ആ, കേരളത്തിലെ ജനങ്ങളും ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം പ്രസിദ്ധ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ ശശി തരൂരിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. അത് ശരിയാണ്. തിരുവനന്തപുരത്ത് നടന്ന ഒരു ചടങ്ങിലാണ് തരൂരിൻ്റെ പൊക്കത്തെക്കുറിച്ച് അടൂർ പറഞ്ഞത്. തരൂർ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, പൊക്കത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. നമ്മൾ ഈ പൊക്കം ഒരു വലിയ പ്രശ്നമാണ്. തരൂരിൻ്റെ പൊക്കം ചിലരെ അസ്വസ്ഥതപ്പെടുത്തുന്നു, ചിലരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെയാണ്. അല്ല, അതൊരു സാഹിത്യ രൂപേണ അതെ, നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതെ, എന്താണ്. സാഹിത്യ രൂപത്തിൽ ആണ്, അല്ലെങ്കിൽ ഒരു 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 സിനിമയുടെ ഭാഷയിൽ, ഒരു തിരക്കഥയുടെ ഭാഷയിലൊക്കെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ അത് പറഞ്ഞത്. നമുക്കറിയാം അടൂർ ഗോപാലകൃഷ്ണൻ ആരാണെന്ന് കേരളത്തിന് അറിയാമല്ലോ. അപ്പോൾ തരൂരിൻ്റെ ആ പൊക്കം, തരൂര് മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തനാണ്. തരൂരിനൊരു ആൾക്കൂട്ടത്തിൽ പൊക്കം കൂടുതലുണ്ട് എന്നൊക്കെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ അവിടെ പറഞ്ഞു വെച്ചത്. അത് വളരെ ശരിയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിക്ക് ഇപ്പോഴും ഒരു ശരാശരി കാഴ്ചപ്പാടേ ഉള്ളൂ. പിന്നെ നന്മയുള്ളവരെ അല്ലെങ്കിൽ പൊക്കമുള്ളവരെ അംഗീകരിക്കാൻ മലയാളിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് തക്കല കഴിഞ്ഞ് കന്യാകുമാരി ചെന്ന് നിന്ന് നോക്കിയാൽ സ്ഥിതി വ്യത്യസ്തമാണ് എന്നും പറഞ്ഞു വെച്ചു അടൂർ. അത് സത്യത്തിൽ അടൂരിന് മാത്രമല്ല, കേരളത്തിന് പൊതുവെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ഈ തരൂരിനെ ഉപദ്രവിക്കാൻ കിട്ടുന്ന ഇപ്പോൾ അവസരം. പാല അതിരൂപത പോലും ശശി തരൂരിന് പിന്നിൽ അതെ, അണിനിരക്കുകയാണല്ലോ. അതെ. അപ്പോൾ തരൂരിനെ ഉപദ്രവിക്കാൻ കിട്ടുന്ന അവസരം കോൺഗ്രസ് പാർട്ടിയും അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അത് സഹിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ആൾക്കാരും അതിന് ശ്രമിക്കുന്നുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും തരൂരിനെ തോണ്ടാനും തരൂരിനെ ചവിട്ടിത്താഴ്ത്താനും ഒക്കെ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ തരൂർ അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരാളാണ്. തരൂർ അത്ര മോശക്കാരനല്ല. ഇവിടെ തരൂരിൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ, ഈ ചടങ്ങ്, ഇത് നമ്മുടെ കേശവദേവ് ട്രസ്റ്റിൻ്റെ ഒരു അവാർഡ് ദാന ചടങ്ങായിരുന്നു. അതിൽ തരൂരിനെയും അവർ ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള, അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ പി കേശവദേവിൻ്റെ മകൻ ഡോക്ടർ ജ്യോതിദേവാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ച് ഈ അവാർഡുകൾ എല്ലാ വർഷവും നൽകി വരുന്നതാണ്. അത് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറുണ്ടായിരുന്നു. പിന്നെ അടൂർ ഗോപാലകൃഷ്ണനാണ് പിന്നെ പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട ആൾ. അപ്പോൾ ആ അവാർഡ് വിതരണ വേളയിലാണ് ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചത്. അപ്പോഴേ അടൂർ ശശി തരൂരിനെ പുകഴ്ത്തിക്കൊണ്ട് തരൂരിൻ്റെ മേന്മ എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. എന്നിട്ടാണ് മലയാളിയുടെ ഈ ഒരു ദുഷ്പ്രവണതയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നത്. അപ്പം തരൂര് ഈ പൊക്കത്തെക്കുറിച്ച് തരൂരൊന്നും പറഞ്ഞില്ല. പക്ഷെ തരൂര് ഒരു കാര്യം പറഞ്ഞു, അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് അടൂരാകണം എന്നാണ് തരൂര് പറഞ്ഞത്. കാരണം അതുപോലെ മലയാള ഭാഷയും മലയാള സിനിമയൊക്കെ സ്നേഹിക്കുന്ന, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യുന്ന ഒരാളായിട്ട് അടുത്ത ജന്മത്തിലെങ്കിലും അടൂരിനെ പോലെ ഒരാളായി മാറണം എനിക്ക് എന്ന് തരൂര് പ്രസംഗത്തിൽ പറഞ്ഞു. അതിൻ്റെ അർത്ഥം തരൂര് ഇത് സംബന്ധിച്ച ഈ പറഞ്ഞ പോലെ അടൂരിൻ്റെ നല്ല വാക്കുകൾക്ക് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. പക്ഷേ തൻ്റെ പൊക്കത്തെക്കുറിച്ചോ തൻ്റെ സംഭാവനകളെക്കുറിച്ചോ ഒന്നും അദ്ദേഹം പറയാൻ തയ്യാറായില്ല. പകരം സിനിമയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷെ മാധ്യമപ്രവർത്തകർ വിട്ടില്ല. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, ഉപരാഷ്ട്രപതിയാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചതിന് അയ്യോ എന്നൊരു മറുപടിയാണ് തരൂര് പറഞ്ഞത്. പിന്നെ അത് UN സെക്യൂരിറ്റി കൗൺസിൽ, UN ജനറൽ സെക്രട്ടറി ആയിട്ട് വരുമോ എന്നുള്ള ചോദ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ട്രെയിൻ വിട്ടുപോയിട്ട് കാലം ഒരുപാടായി, ഇനി അത് നടക്കില്ല. ഇനി ഒരു ഏഷ്യക്കാരൻ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ 2046 ആകണം എന്നാണ് തരൂർ അതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായിട്ട് തരൂർ തൻ്റെ മനോഗതം, തൻ്റെ മനസ്സിലിരിപ്പ് അവിടെ പറയാതെ പറഞ്ഞു. അതായത് ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഉപരാഷ്ട്രപതിയോ അല്ലെങ്കിൽ ഈ UN സെക്രട്ടറി ജനറലോ ഒന്നും അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതൊന്നും അത്ര എളുപ്പമല്ല. പക്ഷേ താൻ ഇവിടെ ഉണ്ടാകും, താൻ ഒരു നല്ല ഒരു പദവിയിലേക്ക് വരും, അതിനുള്ള പൊക്കം തനിക്കുണ്ട് എന്ന് അടൂരിനെ പോലെയുള്ളവർ തുറന്നു പറയുന്നു. പക്ഷെ അത് മനസ്സിലാക്കാത്ത ചില ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നാണ്. കേരളത്തിൽ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ശശി തരൂരിന് വലിയ രീതിയിലുള്ള പിന്തുണ വർദ്ധിക്കുന്നുണ്ടല്ലോ. ഈ കോൺഗ്രസ് പരിപാടികളിൽ അദ്ദേഹത്തെ വിളിക്കുന്നില്ല, പക്ഷെ മറ്റുള്ളവർ വിളിക്കുന്നുണ്ട്. അദ്ദേഹം കേരളത്തിലുണ്ട്. വളരെ ശരിയാണ്. കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ വിസിബിലിറ്റി അതില്ലാതെയാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപമുണ്ട്. അത് കുറേയൊക്കെ വാസ്തവവുമാണ്. കോൺഗ്രസിൻ്റെ പരിപാടികളിൽ അത് തെരഞ്ഞെടുപ്പ് പ്രചാരണമാകട്ടെ, ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ
പരിപാടികളിൽ നിന്ന് മനഃപൂർവ്വം തരൂരിനെ വെട്ടി നിർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്താകട്ടെ കൊച്ചിയിലാകട്ടെ കോൺഗ്രസിൻ്റെ പരിപാടികൾ നടക്കുന്ന പരിപാടികൾ, അത് ഏറ്റവും പുതിയ ഈ സൈബർ ഇതിനെക്കുറിച്ചുള്ള പരിപാടികളാകട്ടെ, അവിടെ പോലും തരൂരിനൊരു പ്രവേശനമില്ല. നമുക്കറിയാം, ഏറ്റവും നന്നായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് തരൂർ. തരൂരിൻ്റെ ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കാൻ, കാണാൻ ഒക്കെ കാതോർത്തിരിക്കുന്ന ആൾക്കാർ ലോകത്തെമ്പാടുമുണ്ട്. കേവലം മലയാളികൾ മാത്രമല്ല. പക്ഷേ തരൂരിന് മലയാള മണ്ണിൽ, കേരളത്തിൽ തരൂരിന് അവസരം നിഷേധിക്കുന്നു. അത് കൃത്യമായിട്ട് ഹൈക്കമാൻഡിനെ തൃപ്തിപ്പെടുത്താനുള്ള ചിലരുടെ ഒരു കുൽസിത നീക്കങ്ങളാണ്. അതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇതൊന്നും രാഷ്ട്രീയമല്ല എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയും. പക്ഷെ തരൂര് ഇതൊക്കെയാണെങ്കിലും വിസിബിളാണ്. ഒന്ന്, അദ്ദേഹം വളരെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ നിലപാടുകൾ പറയുന്നു. രണ്ടാമത്തെ കാര്യം, കേരളത്തിൻ്റെ പൊതുസമൂഹം അദ്ദേഹത്തെ പലപ്പോഴും അവസരം കൊടുത്ത് നിർബന്ധിച്ച് അദ്ദേഹത്തെ പൊതുവേദികളിലേക്ക് കൊണ്ടുവരുന്നു. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, ഈ എന്താ പറയണ്ടേ, കേശവദേവിൻ്റെ പേരിലുള്ള ആ ട്രസ്റ്റ് നടത്തിയ പരിപാടി മാത്രമല്ല, മറ്റു പല പരിപാടികൾക്കും തരൂർ വളരെ കൃത്യമായിട്ട് തരൂരിനൊരു കസേര അവർ ഒഴിച്ചിടുന്നുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു മനസ്സാണ്. അറിയാലോ, അതിരൂപതയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ VIP ആയിരുന്നു, VVIP മുഖ്യാതിഥിയായിരുന്നു. അദ്ദേഹത്തിന് അവിടെ വലിയ പരിഗണന കിട്ടി എന്ന് മാത്രമല്ല, അവർ തരൂരിൽ വിശ്വാസ്യത പുലർത്തുന്നു എന്നാണ്. തരൂരിനെ വിശ്വസിക്കുന്നു, പക്ഷെ കോൺഗ്രസ് നേതൃത്വത്തെ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട് പാലാ രൂപത പ്രതിപക്ഷ നേതാവായ VD സതീശനെ വിളിക്കുന്നില്ല? എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് അവസരം കൊടുക്കുന്നില്ല? വളരെ കൃത്യമാണ്. അവരെക്കാളും ഒക്കെ പാലാ രൂപത അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകൾ തരൂരിനെയാണ് വിശ്വസിക്കുന്നത്, തരൂരിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നതെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ പിന്തുണ, ക്രൈസ്തവ സഭകളുടെ പിന്തുണ ആർക്കാണെന്ന് ആ ഒറ്റ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. മാത്രമല്ല, മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ തരൂർ എന്താണ് സ്റ്റാൻഡ് എടുത്തത്? തരൂർ വളരെ കൃത്യമായിട്ട് തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും പറഞ്ഞു, അല്ലേ? അവിടെ കോൺഗ്രസ് ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നതിൽ അർത്ഥമില്ല. ആ ബില്ല് വന്ന് പാർലമെൻറ്റിൽ വലിയ ബഹളം നടന്നപ്പോൾ തന്നെ തരൂർ അന്ന് പാർലമെൻറ്റിന് പുറത്തു വന്ന് പറഞ്ഞത് എന്താണ്? ഇത് ചർച്ച നടക്കണം. ഈ ബില്ലിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്തത് പരിഹരിക്കണം. സംവാദങ്ങളിലൂടെ, ഡിബേറ്റുകളിലൂടെ വേണം അത് പരിഹരിക്കാൻ. അല്ലാതെ പാർലമെൻറ്റിൽ ഒരു വശത്തിരുന്ന് ബഹളം കൂട്ടിയിട്ട് കാര്യമില്ല. ഈ ബില്ല് വരാനേ പാടില്ല എന്ന് നിലപാടെടുക്കുന്നത് ശരിയാണ്. ഒരു ചർച്ച ചെയ്ത് ആ ബില്ല് അസ്വീകാര്യമാണെങ്കിൽ ചർച്ചയിലൂടെ അതിനെ വെളിപ്പെടുത്തുകയാണ് വേണ്ടത്. അതിനു പകരം ആ ബില്ല് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതിരിക്കുക, പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാക്കുക, അത് ശരിയല്ല. ഈ ബില്ല് എത്ര തവണ കോൺഗ്രസ് തന്നെ അമെൻഡ് ചെയ്തു, അല്ലേ? വഖഫ് ബില്ല് നേരത്തെ കൊണ്ടുവന്ന വഖഫ് ബില്ലിൽ പല കാലങ്ങളിലും അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. 1980കളിലും 90കളിലും 2013, 14 ആ കാലത്ത് 12, 13ലും ഒക്കെ മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊക്കെ അമെൻമെൻറ്റ് വന്നു. 95ലോ 94ലോ ആണ് ഒരു അമെൻമെൻറ്റ് വന്നത്. ഞാനത് കൃത്യമായിട്ട് വർഷം ഓർക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് BJP കൊണ്ടുവരുമ്പോൾ അതിന് അസ്പൃശ്യത എന്തുകൊണ്ടാണ്? തരൂർ ചോദിക്കുന്ന ചോദ്യം ന്യായമാണ്. ബില്ല് വരട്ടെ, ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യാം. BJP അതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അവസരമല്ലേ നഷ്ടപ്പെടുത്തുന്നത്? അപ്പോൾ വളരെ കൃത്യമാണ് തരൂരിൻ്റെ രാഷ്ട്രീയം. അവിടെ തരൂർ എടുത്ത സ്റ്റാൻഡ് എല്ലാ കാലത്തും നമ്മുടെ പാർലമെൻറ്റ് ഉള്ളിടത്തോളം കാലം അതൊക്കെ ജനങ്ങൾ അറിയും, ജനങ്ങൾ ഓർക്കും. അത് ചരിത്രത്തിൻ്റെ, പാർലമെൻ്ററി ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഇവിടെ ഇതെല്ലാമാണ് ഈ ക്രിസ്ത്യൻ സഭകളെ തരൂരിനോട് അടുപ്പിക്കുന്നത്. തരൂരിൽ അവർ ഒരു ആശ്രയം കണ്ടെത്തുന്നതും തരൂരിനോട് വിശ്വാസ്യത ഉണ്ടാകുന്നതിനും ഒക്കെ കാരണം ഇതാണ്. ഈ ക്രിസ്ത്യൻ സഭകൾ അവരുന്നയിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ അക്കാര്യത്തിൽ സത്യസന്ധമായ, നീതിയുക്തമായ ഒരു നിലപാട് തരൂർ സ്വീകരിക്കുന്നു. അതാണ് തരൂരിൻ്റെ ഗ്രാഫ് ഉയർത്തുന്നത്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനും കേരളത്തിലെ KPCC നേതൃത്വത്തിനും മനസ്സിലാകുന്നില്ല. പക്ഷെ പൊതുസമൂഹത്തിന് അത് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും തരൂരിനെ ക്ഷണിക്കുന്നതും തരൂരിന് അവസരം കൊടുക്കുന്നതും തരൂരിൻ്റെ വാക്കുകൾ കേൾക്കാൻ ചെവി കൊടുക്കുന്നതും. ഇല്ലെങ്കിൽ തരൂര് ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ തരൂരിന് അങ്ങനെയുള്ള നിലപാടുകൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പൊതുസമൂഹം തരൂരിനെ തള്ളിക്കളയും. എങ്ങനെയാണോ കോൺഗ്രസ് നേതാക്കളെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളെയും, ഞാൻ കോൺഗ്രസ് എന്ന് മാത്രം പറയുന്നില്ല, പൊതുവേ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾ ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ അവരെ ജനം തിരസ്കരിക്കും. അങ്ങനെ തിരസ്കരിക്കപ്പെട്ട ധാരാളം നേതാക്കളുടെ ചരിത്രം നമുക്കറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവിടെ തരൂരിന് സ്വീകാര്യത കിട്ടുന്നതിൻ്റെ കാരണം ജനങ്ങൾക്ക് അദ്ദേഹത്തെ വേണം. കോൺഗ്രസ്സിന് വേണ്ടെങ്കിലും ജനം അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാണ്.